എല്ലാവർക്കും നമസ്കാരം. അധ്യായം 7 ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ മികച്ച രൂപരേഖ എന്നാണല്ലോ അധ്യായത്തിൻ്റെ പേര്. അതിൽ നമ്മൾ ഏകദേശം 31 ചോദ്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, വസ്തി രാജ്ഞിയെ നീക്കം ചെയ്ത ശേഷമുള്ള ശൂന്യത എങ്ങനെ വിവരിക്കുന്നു? ദൈവികമായ ഒരുക്കങ്ങളായി വിവരിക്കുന്നു. വസ്തി രാജ്ഞിയെ നീക്കം ചെയ്ത ശേഷമുള്ള ശൂന്യതയെ ദൈവികമായ ഒരുക്കങ്ങളായിട്ട് വിവരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, അഹശ്വേരോശ് രാജാവിൻ്റെ കോപം ശമിച്ച ശേഷം എന്തിനെക്കുറിച്ച് ഓർത്തു? അഹശ്വേരോശ് രാജാവിൻ്റെ കോപം ശമിച്ച ശേഷം എന്തിനെക്കുറിച്ച് ഓർത്തു? അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ചുള്ള വിധിയെയും ഓർത്തു. 3 കാര്യങ്ങളാണ്. അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ചുള്ള വിധിയെയും ഓർത്തു. മൂന്നാമത്തെ ചോദ്യം, രാജ്യത്തെ ഉപദേഷ്ടാക്കളുടെ ആലോചന എന്തായിരുന്നു? രാജ്യത്തെ സുന്ദരികളായ കന്യകളെ ശൂഷനിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. രാജ്യത്തെ സുന്ദരികളായ കന്യകളെ ശൂഷനിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. നാലാമത്തെ ചോദ്യം, എന്ത് തീരുമാനമാണ് ദൈവികമായ രക്ഷാപദ്ധതി നടപ്പാക്കുന്നതിനുള്ള അവസരമായി മാറിയത്? രാജ്യത്തെ ഉപദേഷ്ടാക്കളുടെ ആലോചനയായി സുന്ദരികളായ കന്യകളെ ശൂഷനിലേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനം. എന്ത് തീരുമാനമാണ് ദൈവികമായ രക്ഷാപദ്ധതി നടപ്പാക്കുന്നതിനുള്ള അവസരമായി മാറിയത്? രാജ്യത്തെ ഉപദേഷ്ടാക്കളുടെ ആലോചനയായി സുന്ദരികളായ കന്യകകളെ ശൂഷനിലേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനം. അഞ്ചാമത്തെ ചോദ്യം, എസ്തേറിൻ്റെ ജീവിത പശ്ചാത്തലം. ഒന്നാമത്തെ കാര്യം, ശൂഷൻ രാജധാനിയിലെ മൊർദെഖായിയുടെ വളർത്തുമകളായിരുന്നു. എസ്തേർ എന്ന പേർഷ്യൻ പേരിൻ്റെ അർത്ഥം നക്ഷത്രമെന്നും എബ്രായ നാമം ഹദസ്സെ എന്നുമാണ്. സ്വന്തം മാതാപിതാക്കളുടെ മരണശേഷം എസ്തേർ മൊർദെഖായിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. സ്വന്തം ചിറ്റപ്പൻ്റെ മകൾ എന്ന നിലയിലാണ് മൊർദെഖായി എസ്തേറിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത്. 5 കാര്യങ്ങളാണ്. ശൂഷൻ രാജധാനിയിലെ മൊർദെഖായിയുടെ വളർത്തുമകളായിരുന്നു. എസ്തേർ എന്ന പേർഷ്യൻ പേരിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള നക്ഷത്രം, എബ്രായ പദം ഹദസ്സെ. അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളുടെ മരണശേഷം എസ്തേർ മൊർദെഖായിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. സ്വന്തം ചിറ്റപ്പൻ്റെ മകൾ എന്ന നിലയിലാണ് മൊർദെഖായി എസ്തേറിനെ സംരക്ഷണം ഏറ്റെടുത്തത്. ആറാമത്തെ ചോദ്യം, മൊർദെഖായിയുടെ വംശപാരമ്പര്യം. കീശിൻ്റെ മകനായ ശിമയുടെ മകനായ യായീരിൻ്റെ മകനായ യഹൂദനാണ് മൊർദെഖായി. കീശിൻ്റെ മകനായ ശിമയുടെ മകനായ യായീരിൻ്റെ മകനായ യഹൂദൻ ആണ് മൊർദെഖായി. കീശിൻ്റെ മകൻ ശിമയി, ശിമയുടെ മകൻ യായീർ, യായീറിൻ്റെ മകൻ മൊർദെഖായി. അപ്പം നമ്മൾ ശിമയി എന്ന് ഒന്ന് ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം ആദ്യമേ കീശ് എന്ന് ഓർത്താൽ അതിലെ കീശിൻ്റെ മകൻ ശിമയി. അപ്പം കീ ഉണ്ട്, അപ്പോൾ രണ്ടാമത്തെ അക്ഷരം ശിമയുടെ. അപ്പം ശിമയുടെ മകൻ എന്ന് പറയുമ്പം അത് യായീർ. ഇനിയും അടുത്തത് യായീർ എന്ന് പറയുമ്പം ശിമയിലെ മൊർദെഖായി. അപ്പം അങ്ങനെ കീശ് ശിമയി, ശിമയി യായീർ, യായീർ മൊർദെഖായി, മൊർദെഖായി യായീർ. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. കീശ് ശിമയി, ശിമയി യായീർ, യായീർ മൊർദെഖായി. അപ്പം അത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പമാർഗം അത് എന്ന് പറയുന്നത് കീശ് എന്ന് പറയുമ്പോൾ കീ ശിമയി, ഷി എന്ന് പറയുമ്പം ശിമയി യായീർ, മീ എന്ന് പറയുമ്പോൾ യായീറിൻ്റേത് മൊർദെഖായി. ഓക്കെ, വെരി ഗുഡ്. 10ാമത്തെ ചോദ്യം, മൊർദെഖായി എങ്ങനെ എപ്പോൾ പ്രവാസത്തിലായി? മൊർദെഖായി യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം പാഴ്സിയിലേക്ക് പിടിച്ചു കൊണ്ടുപോകയാൽ പ്രവാസത്തിലായി. മൊർദെഖായി എങ്ങനെ എപ്പോൾ പ്രവാസത്തിലായി എന്നുള്ളതാണ്. മൊർദെഖായി യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം പാഴ്സിയിലേക്ക് പിടിച്ചു കൊണ്ടുപോകയാൽ പ്രവാസത്തിലായി. മൊർദെഖായിയുടെ 2 സ്വഭാവ വിശേഷണങ്ങൾ. യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആ വിശ്വാസം നന്നായി പാലിച്ചവനും ആയിരുന്നു. യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആ വിശ്വാസം നന്നായി പാലിച്ചവനും ആയിരുന്നു. 12ാമത്തെ ചോദ്യം, ആരുടെ മരണശേഷം എസ്തേർ മൊർദെഖായിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്? സ്വന്തം മാതാപിതാക്കളുടെ. 13ാമത്തെ ചോദ്യം, മൊർദെഖായി എസ്തേറിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത ഏത് നിലയിലാണ്? സ്വന്തം ചിറ്റപ്പൻ്റെ മകൾ. 14ാമത്തെ ചോദ്യം, രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാൻ നടത്തിയ വിപുലമായ നടപടിക്രമങ്ങൾ ഏവ? 4 പോയിന്റുകളുണ്ട്. രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നടത്തിയ വിപുലമായ നടപടിക്രമങ്ങൾ ഏവ? 1. സാമ്രാജ്യം മുഴുവനിൽ നിന്നുള്ള യുവതികൾ എത്തിച്ചേർന്നു. അന്തഃപുര പാലകനായ ഗേഹായുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണ ക്രമീകരണങ്ങൾ നടത്തി. ശുദ്ധീകരണത്തിന് വേണ്ടത് 12 മാസത്തെ തയ്യാറെടുപ്പ്.
6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും മറ്റു ശുദ്ധീകരണ ദ്രവ്യങ്ങളും ഉപയോഗിച്ച് രാജകീയ ആചാരങ്ങളിൽ പരിശീലനം നേടുക. ഇപ്പോൾ രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാനുള്ള വിപുലമായ നടപടിക്രമങ്ങൾ ഏവ. 4 കാര്യങ്ങൾ. സാമ്രാജ്യം മുഴുവനിൽ നിന്നുള്ള യുവതികൾ എത്തിച്ചേർന്നു. അന്തഃപുരപാലകനായ ഗേഹായുടെ നേതൃത്വത്തിൽ ശുദ്ധീകരണ ക്രമീകരണങ്ങൾ നടത്തി. ശുദ്ധീകരണത്തിന് വേണ്ടത് 12 മാസത്തെ തയ്യാറെടുപ്പ്. 6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും മറ്റു ശുദ്ധീകരണ ദ്രവ്യങ്ങളും ഉപയോഗിച്ച് രാജകീയ ആചാരങ്ങളിൽ പരിശീലനം നേടി. 15-ാമത്തെ ചോദ്യം. രാജ്ഞിയുടെ സമയത്ത് എസ്തേർ വെളിപ്പെടുത്താതിരുന്നത് എന്ത്? തൻ്റെ കുലവും ഗോത്രവും. രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് എസ്തേർ വെളിപ്പെടുത്താതിരുന്ന എന്ത്? തൻ്റെ കുലവും ഗോത്രവും. രാജാവ് എസ്തേറിൽ ആകർഷനായ കാര്യങ്ങൾ ഏവ. സൗന്ദര്യം, പെരുമാറ്റം. രാജാവിന് സകല കന്യകകളെക്കാളും എസ്തേറിനോട് എന്തു തോന്നി? അധികം കൃപയും പക്ഷവും. 18-ാമത്തെ ചോദ്യം. മൊർദെഖായിയുടെ രാജഭക്തി എങ്ങനെ ഉപകരിച്ചു? 2 ഭൃത്യന്മാരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയും രാജാവിനെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. 2 ഭൃത്യന്മാരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയും രാജാവിനെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. 19-ാമത്തെ ചോദ്യം. രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചേർക്കപ്പെട്ടത് എന്ത്? 2 രാജഭൃത്യന്മാരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയും രാജാവിനെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. എസ്തേർ ഇത് മൊർദെഖായിയുടെ നാമത്താൽ രാജാവിനെ അറിയിക്കുകയും കുറ്റക്കാർ വധിക്കുകയും ചെയ്യുന്നു എന്ന സംഭവം. അതായത് 2 ഭൃത്യന്മാരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയും രാജാവിനെ കയ്യേറ്റത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എസ്തേർ ഈ സംഭവം മൊർദെഖായിയുടെ നാമത്തിൽ മൊർദെഖായിയാണ് ഇത് ചെയ്തത് എന്ന് രാജാവിനെ അറിയിക്കുകയും അങ്ങനെ കുറ്റക്കാർ വധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തിലെ സംഭവ പരമ്പരകളിലൂടെ തുടരുന്നത് എന്ത്? അദൃശ്യമായ ദൈവകരം ദൈവജനത്തെ സുരക്ഷിത തീരത്തേക്ക് പടിപടിയായി നയിക്കുന്നത്. അദൃശ്യമായ ദൈവകരം ദൈവജനത്തെ സുരക്ഷിത തീരത്തേക്ക് പടിപടിയായി നയിക്കുന്നത്. അപ്പം ആരെ എല്ലാം പോലെ എത്തിയ എന്നാണ് വന്നത്. എസ്തേറിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ്. യോസഫിനെയും ദാനിയേലിനെയും ദെബോരയും പോലെ എസ്തേറിനെ തിരഞ്ഞെടുക്കുന്നു. ദൈവം ആരെയെല്ലാം പോലെ എസ്തേറിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു. യോസഫിനെയും ദാനിയേലിനെയും ദെബോരയും പോലെ. അടുത്ത 22-ാമത്തെ ചോദ്യം. മനുഷ്യൻ നോക്കുന്നത് എന്ത്? ദൈവം നോക്കുന്നത് എന്ത്? മനുഷ്യൻ കണ്ണിന് കാണുന്ന നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. 23-ാമത്തെ ചോദ്യം. യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് മൊർദെഖായിയെയും എസ്തേറിനെയും അകറ്റാത്തത് എന്ത്? പ്രവാസവും പ്രതികൂലങ്ങളും. യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് മൊർദെഖായിയെയും എസ്തേറിനെയും അകറ്റാത്തത് എന്ത്? പ്രവാസവും പ്രതികൂലങ്ങളും. മൊർദെഖായിയെയും എസ്തേറും ശ്രദ്ധിച്ചിരുന്നത് എന്ത്? ദൈവവിശ്വാസവും ധാർമ്മികതയും യഹൂദ പാരമ്പര്യവും പാലിക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ദൈവവിശ്വാസവും ധാർമ്മികതയും യഹൂദ പാരമ്പര്യവും 3 കാര്യങ്ങളാണ്. ദൈവവിശ്വാസവും ധാർമ്മികതയും യഹൂദ പാരമ്പര്യവും പാലിക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകം ആര്? മൊർദെഖായി. 26-ാമത്തെ ചോദ്യം. മൊർദെഖായിയുടെ വ്യക്തിപൂർവമായ ചിന്തയുടെ ഫലം എന്ത്? എസ്തേർ രാജ്ഞി പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി അയക്കപ്പെട്ടത്. മൊർദെഖായിയുടെ വ്യക്തിപൂർവമായ ചിന്തയുടെ ഫലം എന്ത്? എസ്തേർ രാജ്ഞി പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി അയക്കപ്പെട്ടത്. ദൈവഹിതപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത് എന്ത്? സ്വഭാവം. എസ്തേറിൻ്റെ ഗുണവിശേഷങ്ങൾ പ്രവർത്തനവും വിശദീകരിക്കുക. രൂപവതിയും സുമുഖിയും ഭക്ത, സ്വന്തം ജനങ്ങളോട് സ്നേഹമുള്ളവൾ, ധൈര്യശാലി, അനുസരണമുള്ളവൾ, ഉചിതമായ പെരുമാറ്റത്തിൻ്റെ മകുടോദാഹരണം, രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും ശ്രേഷ്ഠമായി പെരുമാറിയവൾ. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും എസ്തേറിൻ്റെ കുറച്ച് സ്വഭാവ വിശേഷണങ്ങൾ പഠിച്ചിരുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒന്ന് എഴുതി പഠിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇതൊരു 10 പോയിൻറ്റോളം വരുന്നതാണ്. അപ്പം അത് 10 മാർക്കിന് ചോദിച്ചാലും എഴുതുവാനായിട്ട് സാധിക്കും. 29-ാമത്തെ ചോദ്യം. എസ്തേറിൻ്റെ ഉന്നത പദവിക്ക് സർവ്വതാ യോഗ്യത ആക്കിയത് എന്ത്? ഉചിതമായ പെരുമാറ്റത്തിൻ്റെ മകുട ഉദാഹരണം. അതുപോലെ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും ശ്രേഷ്ഠമായി പെരുമാറുവാനും എസ്തേറിന് സാധിച്ചു. എസ്തേറിനെ ഏറെ സ്നേഹിച്ചവർ ആരെല്ലാം? രാജഭൃത്യരും രാജാവും. എസ്തേറിനെ ഏറെ സ്നേഹിച്ചവർ ആരെല്ലാം? രാജഭൃത്യരും രാജാവും. എസ്തേറിനെ രാജകിരീടമണിയിച്ച രാജ്ഞിയാക്കിയത് ആര്? രാജാവ്. അപ്പോൾ ഈ 7-ാമത്തെ അധ്യായത്തിലെ 31 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഭംഗിയായി പഠിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളത് ഈ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാകും എന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.